ഹലോ, ട്രൂ എമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയുമായിട്ട് കായിക മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങൾ, ഒന്ന് രണ്ട് പ്രീവിയസ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാം എന്നാണ് പ്ലാൻ. ഓക്കെ, ഞാൻ അതിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് 2022 116/2022 PSC ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 2022 ചോദ്യം ഇങ്ങനെയാണ്: MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത് എന്നാണ്. അല്ലെ, ഈ ഒരു സമയത്ത് ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. നമുക്കറിയാം MD മലയാളത്തിന്റെ ഏറ്റവും അതിശക്തനായ, ഏറ്റവും അധികായനായ എഴുത്തുകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. അല്ലെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ വരുന്ന ഒരു 2-3 വർഷം PSC ഉറപ്പായിട്ട് എല്ലാ പരീക്ഷകളിലും ഉൾപ്പെടുത്തും. നമ്മളിപ്പോൾ കഴിഞ്ഞ 2025-ലും 2024-ലും ഒക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ MDയുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ഞാൻ ഈ ചോദ്യം എടുക്കാനുള്ള കാരണം ഈ ചോദ്യം അത്രയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരം, ഇവിടെ ഓപ്ഷൻ ഒന്ന് നോക്കുക. 2019 ഉണ്ട്, 84, 2007, 95 ഇവയാണ് വർഷങ്ങൾ. ഇതിൽ നമുക്കറിയാം 2019 അക്കിത്തത്തിനാണ് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് അക്കിത്തത്തിനാണ്. ഇനി 84-ലേക്ക് വരുമ്പോൾ തകഴിക്കാണ് എന്ത് കിട്ടുന്നത്, 84-ൽ ജ്ഞാനപീഠം കിട്ടുന്നത്. 2007-ലേക്ക് വന്നാൽ 2007-ൽ നമ്മുടെ സാക്ഷാൽ ONV കുറുപ്പിനാണ്, ONV സാറിനാണ് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. അത് 1995 ആണ്. 1995-ലാണ് MDക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അല്ലെ, നമുക്ക് MDയെ കുറിച്ച് സ്ഥിരമായി PSC ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമുണ്ട്. നിളയുടെ കഥാകാരൻ അല്ലെ, നിളയെ അത്രയേറെ സ്നേഹിച്ചിരുന്ന എഴുത്തുകാരൻ കൂടിയാണ് നമ്മുടെ MD എന്ന് പറയുന്നത്. അല്ലെ, അപ്പോൾ നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് MD ആണ്. MDയെ കുറിച്ച് ഒരുപക്ഷെ കേരള PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം അദ്ദേഹത്തിന്റെ തന്നെ രണ്ടാമൂഴം എന്ന നോവലിനെ കുറിച്ചായിരിക്കും. രണ്ടാമൂഴം അല്ലെ, രണ്ടാമൂഴക്കാരനായി പോയ ഭീമന്റെ കഥ പറഞ്ഞ നോവലാണ് ഈ പറയുന്ന രണ്ടാമൂഴം എന്ന് പറയുന്നത്. ഭീമൻ, പഞ്ചപാണ്ഡവരിലെ മധ്യമൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഭീമന്റെ കഥ അല്ലെ, വായുപുത്രനായ ഭീമന്റെ കഥയാണ് ഈ പറയുന്ന രണ്ടാമൂഴത്തിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലെ, അപ്പൊ MD ഉറപ്പായും നമ്മുടെ ചോദ്യ വിഷയമായി വരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഞാനൊരു കാര്യം കൂടെ ഒന്ന് കണക്ട് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിളയുടെ കഥാകാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് MD എന്നുള്ളത്. എങ്കിൽ നിളയുടെ കവി ആരാ? നിളയുടെ കവി അത് P കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്ന് പറയുന്ന ആരാണ്? P കുഞ്ഞിരാമൻ നായർ. ഒന്നുകൂടെ, നിളയുടെ കവി എന്ന് പറയുന്ന ആരാണ്? P കുഞ്ഞിരാമൻ നായരാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ച്. ജ്ഞാനപീഠ പുരസ്കാരം 1965-ലാണ് ആദ്യമായിട്ട് നൽകുന്നത്. 65-ൽ G ശങ്കരക്കുറുപ്പിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. G ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കേണ്ടതൊക്കെ. അപ്പൊ ജ്ഞാനപീഠം നമ്മുടെ എല്ലാ പരീക്ഷകളും വിഷയമായി വരുന്ന ഒരു ഭാഗമാണ്. ജ്ഞാനപീഠം ഉറപ്പായും നിങ്ങളുടെ പഠനത്തിനകത്ത് ഉണ്ടാവണം. സെറ്റിലടാ. അടുത്ത ചോദ്യം നോക്കിയേ. ഈ ചോദ്യം വന്നിരിക്കുന്നത് 23/2025-ലാണ്. ചോദ്യം ഇങ്ങനെയാണ്: കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷനിൽ അടൂർ ഗോപാലകൃഷ്ണനുണ്ട്, അടൂർ സാറല്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറുണ്ട്, അവിടെ ഓപ്ഷൻ ബി തന്നെ കറക്റ്റ് ആണ്. കലാമണ്ഡൽ ഉണ്ണികൃഷ്ണനുണ്ട്, കരിവള്ളൂർ മുരളിയുമുണ്ട്. അല്ലെ, നമുക്കവിടെ ഉത്തരമുണ്ട്. ഉത്തരം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ്. പത്മശ്രീ ഒക്കെ നേടിയിട്ടുള്ള കലാകാരനാണ്. അല്ലെ, അദ്ദേഹം ചെണ്ട വിദ്വാനാണ്. അതായത് ചെണ്ട എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ ഫ്യൂഷൻ മ്യൂസിക്കുമായിട്ട് അല്ലെങ്കിൽ ഫ്യൂഷൻ മ്യൂസിക്കിൽ ഏറ്റവും മനോഹരമായ ഒരു ഉയർച്ച നേടിക്കൊടുത്ത കലാകാരൻ കൂടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അവിടെ നമുക്ക് എന്തറിയണം? കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് നമ്മൾ അറിയണം. ഓക്കെ, കേരള സംഗീത നാടക അക്കാദമി 1958 അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. അതായത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. കേരള സംഗീത നാടക അക്കാദമി നമുക്കറിയാവുന്നതുപോലെ ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പുക്കാവിലാണ്. തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ്? ചെമ്പുക്കാവ്.
സെറ്റ് അല്ലേ? ഈ പറയുന്ന എന്താണ് നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി, അതിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്, നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ നോക്കി വെച്ചോണം, PSC ഉറപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകണം കേരള സാഹിത്യ അക്കാദമി. ഈ കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിൽ തന്നെയാണ്. നമുക്കറിയാം കേരള സാഹിത്യ അക്കാദമി രൂപം കൊള്ളുന്നത് 1956 രൂപം കൊണ്ടത് തൃശ്ശൂരിലാണെങ്കിലും അത് കഴിഞ്ഞ് 58 എവിടേക്ക് പോകുന്നത്? അത് ക്ഷമിക്കുക, രൂപം കൊണ്ടത് തിരുവനന്തപുരത്താണെങ്കിലും 58 അത് എവിടേക്ക് മാറ്റുന്നത്? തൃശ്ശൂരിലേക്ക് മാറ്റുന്നത്. അതിന്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ചെമ്പുക്കാവിലാണ്. ചെമ്പുക്കാവ്. ഈ ചെമ്പുക്കാവിൽ തന്നെയാണ് ഈ പറയുന്ന കേരള ലളിതകലാ അക്കാദമിയും കേരള സാഹിത്യ അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. മൂന്നും അവിടെയാണ്. മൂന്നും കേരള ലളിതകലാ അക്കാദമി ഉൾപ്പെടെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ചാണ്. കേരള സാഹിത്യ അക്കാദമി 56 സ്ഥാപിതമായി എങ്കിലും 56 തിരുവനന്തപുരത്ത് സ്ഥാപിതമാകുന്നു. 58 അത് തൃശ്ശൂരിലേക്ക് പോകുന്നു. ശ്രദ്ധിച്ചേ, 58 അത് തൃശ്ശൂരിലേക്ക് വരുന്നു. ഓർത്തു വെക്കേണ്ട കാര്യം, നിലവിൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് കെ സച്ചിദാനന്ദനാണ്. ആരാണ്? കെ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ, സച്ചിദാനന്ദൻ അല്ലെ? നമുക്ക് ആ പദം പിരിക്കുന്ന സമയത്ത് സച്ചിത് ആനന്ദൻ എന്ന് കിട്ടും. സച്ചിത് ആനന്ദൻ അല്ലെ? നല്ല മനസ്സുള്ളിടത്ത് സന്തോഷം ഉണ്ടാകും എന്ന് പറയാം നമുക്ക് ആ പദത്തെ. ഓക്കെ, സച്ചിത് ആനന്ദനാണ് ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടുന്നത്? സച്ചിദാനന്ദൻ എന്ന് കിട്ടുന്നത്. 1962 56, 58, 62 1962 കേരള ലളിത കലാ അക്കാദമി, ലളിത കലാ അക്കാദമി, കലാ അക്കാദമി ഓക്കെ, കേരള ലളിതകലാ അക്കാദമി എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നത്. ഈ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം വരുന്നതും തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ്. നമുക്കറിയാം അതിന്റെ ആസ്ഥാന മന്ദിരം, ആ ബിൽഡിംഗ് പണിയെടുപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ബിൽഡിങ്ങിന്റെ ശില്പി എന്ന് പറയുന്നത് ലാറി ബേക്കറാണ്. അതും ചോദിക്കാറുണ്ട്. ലാറി ബേക്കറാണ് അതിന്റെ ശില്പി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എം രാമവർമ്മ രാജയായിരുന്നു. എം രാമവർമ്മ രാജ ഓർത്തു വെച്ചോണം. എം രാമവർമ്മ രാജ. അത് മാത്രമല്ല ഓർത്തു വെക്കേണ്ടത്, ഇപ്പോഴത്തെ അധ്യക്ഷൻ മുരളി ചീരോത്താണ്. മുരളി ചീരോത്ത്. ആ ചോദ്യം PSC 2025 ചോദിച്ച ചോദ്യമാണ്. നിലവിൽ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരാണ്? മുരളി ചീരോത്താണ്. പഠിച്ചോണേ. അപ്പൊ കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? നിലവിൽ കേരള ലളിതകലാ അക്കാദമി ആണെങ്കിൽ മുരളി ചീരോത്ത്, സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂരാണ്, സാഹിത്യ അക്കാദമി ആണെങ്കിൽ കെ സച്ചിദാനന്ദനാണ്. ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSC സ്ഥിരമായി ചോദിക്കുന്നതാണ് ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമി നമുക്കറിയാം 1995 ഫോക്ലോർ അക്കാദമി സ്ഥാപിക്കുന്നത്. 96 പ്രവർത്തനം ആരംഭിക്കുന്നത്. 95 സ്ഥാപിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ്. ചിറക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് ഇത് സ്ഥാപിക്കുന്നത്. ആദ്യം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് അല്ലെങ്കിൽ ആദ്യം ഇതിന്റെ ചെയർമാനായിരുന്നത് ഡോക്ടർ ജി ഭാർഗവൻ പിള്ളയാണ്. ഡോക്ടർ ജി ഭാർഗവൻ പിള്ളയാണ്. പക്ഷെ നിലവിൽ ആരാണ്? നിലവിൽ OS ഉണ്ണികൃഷ്ണൻ. നിലവിലാരാണ്? OS ഉണ്ണികൃഷ്ണൻ. സെറ്റിലറ വിട്ടുപോകില്ലല്ലോ, പഠിച്ചു വെച്ചോണം, പഠിച്ചു വെക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ അധ്യക്ഷനെ കൂടെ ഒന്ന് പറഞ്ഞു വരികയാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പള്ളിയറ ശ്രീധരനാണ്. പള്ളിയറ ശ്രീധരൻ. സെറ്റിലറ നിലവിലെ അധ്യക്ഷന്മാരെ പഠിച്ചു വെക്കുക. പിന്നെ ചോദിക്കാറുള്ളത് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചോദിക്കാറുണ്ട്. ചലച്ചിത്ര അക്കാദമിക്ക് നിലവിൽ ഒരു അധ്യക്ഷനില്ല, താൽക്കാലിക അധ്യക്ഷനാണുള്ളത്. പ്രേംകുമാറാണുള്ളത്. നിലവിലെ താൽക്കാലിക അധ്യക്ഷനാരാണ്? പ്രേംകുമാറാണ്. ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് അല്ലെ? തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എവിടെയാണ്? കിൻഫ്ര പാർക്കിലാണ്. തലസ്ഥാനത്ത് കഴക്കൂട്ടത്ത് കിൻഫ്ര പാർക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അതും ചോദ്യം കൊള്ളാം കേട്ടോ വന്നു കഴിഞ്ഞാൽ. ഓക്കെ അല്ലെ? ഇനി ഒരു ചോദ്യം കൂടെ നോക്കാം. നമുക്ക് ആ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏത് എന്നതാണ് ചോദ്യം. അല്ലെ? കലകളെ കുറിച്ച് പറയുന്ന സമയത്ത് സിനിമ എന്ന കലയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണോ എനിക്ക് എന്റെ ഭാഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക? സിനിമ അല്ലെ? പണ്ട് ലൂമിയർ സഹോദരന്മാർ നമ്മുടെ മുമ്പിലേക്ക് തന്നൊരു വിസ്മയം, ഇന്ന് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ഒരൊറ്റ കലാരൂപം, ഒരേ ഒരു രാജാവ് അല്ലെ? സിനിമ, ഒരു സംശയം വേണ്ട. ഓക്കെ, ആ സിനിമകളിൽ നമുക്ക് ആവശ്യം ആദ്യത്തെ കളർ സിനിമയാണ്. ആദ്യം ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് വരാം. നോക്കിയേ, ഓപ്ഷനിൽ ചെമ്മീൻ ഉണ്ട്. നമുക്കറിയാം രാഷ്ട്രപതിയുടെ സുവർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. 1965 1965 സെറ്റല്ലടാ 1965. ഇനി നോക്കിയേ, ഓപ്ഷൻ A അല്ല. ഓക്കെ, ദെൻ അടുത്തത് ഓപ്ഷൻ C കിടപ്പുണ്ട്. ബാലൻ കിടപ്പുണ്ട്. അല്ല, ബാലൻ ആദ്യത്തെ ശബ്ദ ചിത്രമാണ്. ബാലൻ ആദ്യ
ശബ്ദചിത്രം. ഈ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നില്ല അല്ലേ? നല്ല ഓപ്ഷൻ അല്ലേ? നല്ല ഓപ്ഷൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ശബ്ദചിത്രമാണ്. നമുക്കറിയാം ബാലൻ സംവിധാനം ചെയ്തിരിക്കുന്നത് നൊട്ടാണിയാണ്. RS നൊട്ടാണിന്നോ നെട്ടാണിന്നോ പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കുക. എന്തായാലും പുള്ളി വന്ന് പരാതി പറയാൻ പോകുന്നില്ല. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കുക എന്റെ പോയിന്റ്. കാരണം അത് അങ്ങനെ ഞാൻ പറയാനുള്ള റീസൺ, പല പുസ്തകങ്ങൾ പല പേരിൽ അത് രേഖപ്പെടുത്തുന്നു. എന്നാലും കറക്റ്റ് RS നെട്ടാണി എന്നതാണ് കറക്റ്റ് അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ നെട്ടാണിന്നോ പഠിക്കുന്നു. മക്കളെ നോക്കി വെച്ചേ. ആദ്യത്തെ ശബ്ദചിത്രം വരുന്നു ബാലനാണ്. ബാലന് ശബ്ദമുണ്ട്. അങ്ങ് വികതകുമാരന് ശബ്ദമില്ല അല്ലെ? ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ്. ചിത്രം പുറത്തിറങ്ങുന്നത് 1938 1938 ആദ്യ ശബ്ദചിത്രമായ ബാലന് ശബ്ദം കൊടുത്തിരിക്കുന്നത്, ബാലനിൽ അല്ലെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തിയ ശബ്ദം, ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ശബ്ദം എന്ന് പറയുന്നത് ആലപ്പി വിൻസെന്റിന്റേതാണ്. ആ ചോദ്യം 2025 വന്ന ചോദ്യമാണ്. ആലപ്പി വിൻസെന്റ്. ഓക്കെ അല്ലെ? ശ്രദ്ധിച്ചിരിക്കുക. ഈ ശബ്ദമാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ആലപ്പി വിൻസെന്റിന്റേതാണ് ബാലനിലെ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത്. സോ പഠിച്ചു വെച്ചിരിക്കുക, ഓർത്ത് വെക്കുക. അതൊരു നല്ല ചോദ്യമാണ്, കിടുക്കച്ചി ചോദ്യമാണ്, കിണ്ണം കാച്ചി ചോദ്യമാണ്. സെറ്റ് അല്ലേ? ഓക്കെ. ഞാനിങ്ങനെ പലതും പറയാൻ കേട്ടോ, നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ശരി, ശ്രദ്ധിച്ചേ മക്കളെ. ഇവിടെ നോക്കിയേ. ഇനി ഓപ്ഷനിലേക്ക് ഒരു ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നീലക്കുയിലാണ്. ഓപ്ഷൻ ഡി ഏതാ? നീലക്കുയിലാണ്. നീലക്കുയിലുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം, രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ 1954 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിലാണ്. നീലക്കുയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് രാമു കരിയട്ടാണ്. രാമു കരിയട്ട. ഇനി രാമു കരിയട്ട മാത്രമാണോ? അല്ല, പി ഭാസ്കരനുമുണ്ട്. പി ഭാസ്കരൻ ചേർന്നാണ് എന്ത് സംവിധാനം ചെയ്തിട്ടുള്ളത്? നീലക്കുയില് സംവിധാനം ചെയ്തിട്ടുള്ളത്. സോ നീലക്കുയിലും അല്ല. ഇവിടെ ഉത്തരമായി വരുന്ന ഏതാണ്? കണ്ടം വെച്ച കോട്ട. നമ്മൾ അറിയുന്നത് പോലെ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ എന്ന് പറയുന്നത് ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. ഓക്കെ അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ടാണ്. ഓർക്കുക, ആദ്യത്തെ മലയാള ചിത്രം എന്ന് പറയുന്നത് വിഗതകുമാരനാണ്. 1928 ചിത്രം പുറത്തിറങ്ങുന്നത്. PSC ഉത്തരം 28 കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. 1928 ചിത്രം പുറത്തിറങ്ങുന്നത്. ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നത് ക്യാപിറ്റോൾ സിനിമാസ് എന്ന ഒരു താൽക്കാലിക ചിത്രശാലയിലാണ് ആദ്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയേൽ. നമ്മൾ അറിയുന്നത് പോലെ ഈ ചിത്രത്തിൽ നായികാ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് PK റോസിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? മലയാളത്തിലെ ആദ്യത്തെ നായിക എന്ന് വിളിക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ നായിക ആരാണ്? PK റോസി. ആ PK റോസിയാണ് ഇതിലെ നായിക എന്ന് പറയുന്നത്. ഇവരുടെ ഒക്കെ തന്നെ ജീവിതം പറഞ്ഞ മലയാളത്തിലെ സിനിമയുണ്ട്. മലയാളത്തിലെ ഒരു സിനിമ വന്നു അല്ലെ? സെല്ലുലോയിഡ്. ഈ സെല്ലുലോയിഡ് സംവിധാനം ചെയ്തിരിക്കുന്നത് കമലായിരുന്നു. ഓക്കെ, സെല്ലുലോയിഡ് സംവിധാനം ചെയ്ത ആരാണ്? കമലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ചോദിക്കാം. അത് ന്യൂസ് പേപ്പർ ബോയ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഞാൻ ഇവിടെ എഴുതുകയാണ്. ന്യൂസ് പേപ്പർ ബോയ്. ഓക്കെ അല്ലെ? ന്യൂസ് പേപ്പർ ബോയ് ആണ്. എങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ബോക്സ് ഓഫീസ് ഹിറ്റ് വിജയം, അതായത് വേറെ ഒന്നുള്ള വിജയം, മുടക്കിയ മുതൽ തിരിച്ചു പിടിച്ച ചിത്രം എന്ന് പറയുന്നത് ജീവിത നൗകയാണ്. ആദ്യത്തെ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ച ചിത്രം നമ്മൾ പറയുമ്പോൾ ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ലെ? ജീവിത നൗക സെറ്റിലടാ. ജീവിത നൗക സംഭവം പൊളിയല്ലേ? ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രം ഏതാണ്? ജീവിത നൗകയാണ്. എങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. ആ ചോദ്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. ഓർത്തു വെക്കുക, ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ ജീവിത നൗകയാണെങ്കിൽ ആദ്യത്തെ 3D ചിത്രം ഏതാണ്? ഒരു സംശയം വേണ്ട അല്ലെ? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യത്തെ 3D ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യത്തെ 3D ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, താഴെ ഉത്തരം കമന്റ് ചെയ്തേക്കുക. മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏതാണ്? ഡിജിറ്റൽ. ഇനി അത് മാത്രമല്ല, ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ. മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം ഏതാ? മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്തേക്കുക. ബാക്കി നമുക്ക് എവിടെ കാണാം? കമന്റ് ബോക്സിൽ കാണാം. ഓക്കെ അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടെ ഇനി മുതൽ ട്രൂ ഈവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. ഞങ്ങളുടെ ഫുൾ ക്രൂ നിങ്ങളോടൊപ്പം ഉണ്ട്. സോ ശക്തമായി പഠിക്കുക. എല്ലാവിധ വിജയങ്ങളും സർവേശ്വരൻ നൽകട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.